മനസ്സിന് അതീതനാണെന്ന് ബോധ്യപ്പെട്ടാലും മനസ്സിന്റെ തലത്തിലേക്ക് ഇറങ്ങി വന്ന് ആ ശക്തിവിശേഷങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി മനസ്സിന്റെ ശക്തിവിശേഷം, മനസ്സിൽ അനന്തമായ സാധ്യതകൾ കിടക്കുകയാണ്, ഉപയോഗിക്കാൻ വേണ്ടി തിരികെ വന്ന് ഭൗതിക ലോകത്തിലെയും പ്രാതിഭാസിക ലോകത്തിലെയും കഴിവുകൾ ഉപയോഗിച്ച് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഈ സമൂഹത്തിനും ലോകത്തിനും നൽകാൻ വേണ്ടി ശാസ്ത്ര ശ്രവണം നടത്തിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്ര വിഷയങ്ങളിലൂടെ അല്ലെങ്കിൽ കലകളിലൂടെ അതിൻ്റെ ഔന്നത്യത്തിലേക്ക് എത്താൻ വേണ്ടി തിരികെ നമുക്ക് ഇറങ്ങി വന്ന് ഉപാസനയിലൂടെ മനസ്സിന്റെ ശക്തിയെ വർദ്ധിപ്പിച്ചു പോകാനൊക്കെ. എന്നാൽ തുടക്കം നമ്മുടെ പ്രധാന ലക്ഷ്യം പരമപുരുഷാർത്ഥമായിരുന്നു, മോക്ഷമായിരുന്നു. അങ്ങനെ സദ്യോമുക്തനാകാൻ ഭക്തിയോഗത്തിലൂടെ ഭക്തയോഗിക്ക് സാധ്യമാണ്. ആ സദ്യോമുക്തിക്ക് ഇടയാകാതെ പോകുന്നതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്. എന്നാൽ ഇടയായവരും വീണ്ടും ഇറങ്ങി വന്നിട്ട് എന്നുവെച്ചാൽ താഴ്ന്ന തലത്തിലേക്ക്, ആദ്യമേ നിലനിന്നിരുന്ന തലത്തിലേക്ക് വന്നിട്ട് ആ സദ്യോമുക്തനായിരിക്കുന്ന വ്യക്തിക്കും ഉപാസനകളും മന്ത്രജപങ്ങളിലൂടെയൊക്കെ സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ നമ്മൾ യോഗയെക്കുറിച്ചാണ് ആദ്യമേ പറഞ്ഞത്. യോഗ എന്ന് പറയുമ്പോൾ ഹഠയോഗം അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ മാർഗങ്ങൾ, ഇത് നമ്മൾ പതഞ്ജലി പറഞ്ഞിരിക്കുന്ന അഷ്ടാംഗ യോഗ മാർഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് അതേപോലെ തന്നെ അനുഷ്ഠിച്ചില്ല എങ്കിലും പിന്നെ ഗോരക്ഷാനാഥന്റെ ഷഡംഗ യോഗയും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. അതിന് 6 അംഗങ്ങളേ ഉള്ളൂ, 8 അംഗങ്ങളില്ലാത്ത രീതി. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ യോഗയുടെ സൂക്ഷ്മത എന്ന് പറയുന്നത് മറ്റൊരു തലമാണ്. യോഗാഭ്യാസത്തിന് അത് രാജയോഗ മാർഗങ്ങളിൽ വരും. അത് എത്രയും വേഗം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ചലനത്തെയും ബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് ആദ്യത്തെ ഒരു ഘടകമാണ് ശരീരത്തിനെ രോഗാതീതമാക്കുക എന്നുള്ളത്. മനുഷ്യ ശരീരത്തിലേക്ക് ഒട്ടും അനുസരിക്കാത്ത 2 അവയവങ്ങൾ എന്ന് പറയുന്നത് 2 കാലുകളാണ്. അപ്പൊ കാലുകളെ എത്രയും കൂടുതൽ നമ്മളുടെ അനുസരണയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യോഗശാസ്ത്രത്തിന്റെ, എന്ന് വെച്ചാൽ ഈ ഹഠയോഗത്തിന്റെ സൂക്ഷ്മതയിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ദീർഘകാലത്തെ യോഗാഭ്യാസ പരിശീലനത്തിലൂടെ ഞാൻ ഗ്രഹിച്ചിരിക്കുന്ന കാര്യം അതാണ്. ശരീരം ഏറ്റവും കൂടുതൽ നമ്മൾ കാലുകൊണ്ട് നടക്കുമ്പോഴും നമ്മളുടെ വിചാരം അത് അനുസരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ സമ്പൂർണമായിട്ടും കാലുകളുടെ സാധ്യത അതൊന്നുമല്ല. ഈ ചലിക്കുന്നത് പോലും നമ്മൾ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഭാരമില്ലാത്ത രീതിയിൽ കാലുകളെ ചലിപ്പിക്കാൻ നോക്കും. അങ്ങനെ ഓരോ അവയവത്തിനെയും ഊർജ നഷ്ടമില്ലാതെ ചലിപ്പിക്കാൻ നോക്കും. ആ ഒരു തലത്തിലേക്ക് യോഗാഭ്യാസി എത്തണം. മെയ് വഴക്കം അതിന്റെ പ്രാഥമിക തലം മാത്രമാണ്. മെയ് വഴക്കം വളരെ നല്ലതാണ്, രോഗാതുരത ഇല്ലാതിരിക്കും. എങ്കിലും യോഗി എന്ന് വെച്ചാൽ യോഗാഭ്യാസം ശീലിച്ച ആള്, അവിടെ യോഗി എന്നുള്ള അർത്ഥം അവിടെ അതിനാണ് കൊടുക്കുന്നത്. യോഗത്തിലെത്തിയോ എന്ന് വെച്ചാൽ പ്രാപഞ്ചിക താളവും മനുഷ്യ ശരീര താളവും ഏകീഭവിച്ചോ എന്നുള്ള ഒരു തലമുണ്ട്. അങ്ങനെയുള്ള തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം ചെയ്യുന്ന ജോലികൾക്കൊന്നും യാതൊരുവിധ കണക്കുമില്ലാതെയാകും. ശബ്ദത്തിന് ലയം, നടപ്പിന് ലയം, ചിരിക്ക് ലയം, ചലനത്തിന് ലയം, നോട്ടത്തിന് ലയം, എല്ലാത്തിലും ഒരു ലയം സംഭവിച്ചുകൊണ്ടിരിക്കും. ശരിയായൊരു യോഗാഭ്യാസി ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് നടന്നു വരുന്നത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാനൊക്കും. അയാളുടെ എല്ലാ ചലനങ്ങളും അത്രമാത്രം പ്രാപഞ്ചിക താളവുമായി ലയിച്ചതായിരിക്കും, സാമ്യപ്പെട്ടിരിക്കും, ഒന്നായി തീരും. അപ്പോൾ പ്രപഞ്ചത്തിന്റെ താളവും എന്ന് വെച്ചാൽ ഓംകാരം ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ അവിടെ പറയേണ്ടതായിട്ട് വരും. പ്രപഞ്ചത്തിന്റെ താളവും ശരീരത്തിന്റെ താളവും ഏകീഭവിക്കുക, ഒന്നായി തീരുക എന്നുള്ളതാണ്. അവിടെ വെച്ച് ഊർജ്ജം നഷ്ടം വരാതിരിക്കുകയാണ്. ദീർഘമായിട്ട് കൂടുതൽ ഭക്ഷണം കഴിച്ചാലും ഇല്ലെങ്കിലും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഊർജത്തെ ശരീരം ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് നീങ്ങുന്ന രീതിയാണ്. അപ്പോൾ ഒരു ഭാഗം കാലെന്ന് പറഞ്ഞു, കാലാണ് ഏറ്റവും പ്രധാനം. പക്ഷെ ആരും അത്രമാത്രം ആ തലത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മെയ്വഴക്കം സൃഷ്ടിച്ചിട്ട് കാലുകളെ ശരിക്കും നമ്മൾ അനുസരിപ്പിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. എത്രമാത്രം വലിയ അഭ്യാസ മുറകളൊക്കെ കാണിക്കുന്നവരെയും കാണാം. പക്ഷെ ഈ കാലുകൾ കൊണ്ട് എങ്ങനെയും എന്തും കാണിക്കുന്ന അത്രയും ഒന്നും വരണമെന്നൊന്നുമില്ല. അത് വേണ്ടാന്നുമല്ല, അത് നല്ലത് തന്നെയാണെങ്കിലും അത് പ്രപഞ്ചത്തിന്റെ താളവുമായിട്ട് ലയിച്ചിട്ടുണ്ടോ എന്നുള്ളതുണ്ട്. വലിയ യോഗാഭ്യാസികൾ പോലും പലപ്പോഴും ആ ഒരു തലത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നില്ല. അത് നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴറിയാനുള്ളൂ. ഒരുവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നോട്ടം, ശരീരചലനം എല്ലാം കൂടി നോക്കും. അപ്പോൾ അത് ആ വ്യക്തിക്ക് തിരിച്ചറിയാനും ഒക്കും. അപ്പോൾ മെയ്വഴക്കത്തിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകൃതമായിരിക്കുന്നത് എങ്കിൽ മെയ്വഴക്കം സാധ്യമാണ്. യോഗയ്ക്ക് ഉള്ള ഒരു പ്രാധാന്യം, നമ്മൾ ഏതിലേക്കാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ നമ്മൾ വളരെയേറെ സൂക്ഷ്മതയിലാണ്. മനസ്സിന്റെ സൂക്ഷ്മതയിലേക്കാണ് ഈ യോഗാഭ്യാസം വെച്ചാൽ യോഗാസനങ്ങൾ ചെയ്യുകയും പ്രാണായാമം ചെയ്യുകയും അതിനുശേഷമുള്ള ധ്യാനം പരിശീലിക്കുകയും ചെയ്യുമ്പോൾ
നിങ്ങൾ മെയ്വഴക്കത്തിലേക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ മെയ്വഴക്കം, നിങ്ങൾ സൗന്ദര്യ ബോധത്തിലേക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ സൗന്ദര്യം, നിങ്ങൾ ശബ്ദ സൂക്ഷ്മതയിലേക്കാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ശബ്ദ സൂക്ഷ്മത, നിങ്ങൾ ആന്തരിക അവയവങ്ങളുടെ കൃത്യമായ പ്രവർത്തനത്തിലേക്കാണ് ശ്രദ്ധ പോകുന്നതെങ്കിൽ അത് ഓരോരുത്തരുടെയും ജന്മാന്തര വാസന അനുസരിച്ചാണ് പോകുന്നത്. ഇപ്പോൾ 10 പേരെ ഇരുത്തി ആചാര്യൻ യോഗ പഠിപ്പിക്കുമ്പോൾ 10 പേരും 10 തരം സൂക്ഷ്മതയിലേക്കാണ് പോകുന്നത്. അവരുടെ ജന്മാന്തര വാസന അനുസരിച്ച് പോകും.